all trainers, counselors, and all other members who are meeting. Our 100th meeting was a memorable experience for everybody who participated in it. Those who have not participated, it was a big missing. They lost heavy. And everyone who participated had a lot of appreciation to say about our 100th meeting. And I am confident our 101st meeting, 101st row meeting, will not be anywhere lesser than the 100th meeting. The dignitaries may be less, but the topic is something excellent. കാത്തിരിപ്പ് ഒരു സുന്ദരിയും 80s കിഴവികളും. I was Paul sir, why don't you make it 86 സുന്ദരികളും ഒരു കിഴവിയും? That will be interesting with all the men around. One sundari is too small. We need more sundaris and less kiഴvis. Anyway, let us look forward for this wonderful session. He is our in-house speaker, and as all of you know, he is an engineer, he is a trainer, he is a counselor, and he is a tea expert. So I am very confident he will give us a memorable talk about ഒരു സുന്ദരിയും 86 കിഴവികളും. It's very interesting to read the title again and again. So I welcome all of you, those who are present here once again, and also thank you for all those who are participating in this webinar. Thank you and thank you. Over to you, madam. താങ്ക് യു സാർ. സാറ് പറഞ്ഞതുപോലെ സാറിന്റെ ടോപ്പിക്കിന്റെ പേര് കേട്ടപ്പോ ഞാൻ വിചാരിച്ചു ഒരു സുന്ദരി ഞാനാണ് എന്നുള്ള വിചാരത്തിലാണ് ഞാൻ വന്നത്. അപ്പോഴാണ് തസ്നി മാമിനെ തന്നെ മുമ്പിൽ കാണണത്. അപ്പൊ ഞാൻ അങ്ങനെ പറഞ്ഞു അതത്ര ശരിയാകുമോ നോക്കുമ്പോ ശ്രീജ മാമിനെ കാണാം. അങ്ങനെ വീഡിയോ ഓഫ് ചെയ്താൽ കുറെ പേരെ കാണാം. ഒരു പക്ഷേ ഈ ക്ലാസ് കഴിയുമ്പോഴേക്കും ഞങ്ങളൊക്കെ കിടന്ന് തർക്കിക്കുമായിരിക്കും സാർ. എനിക്ക് അറിഞ്ഞുകൂടാട്ടോ, സാറാണ് അതിന്റെ റെസ്പോൺസിബിലിറ്റി. ഓക്കെ, എന്തായാലും വളരെ നല്ലൊരു വ്യത്യസ്തമായ പേര് തന്നെ. പിന്നെ അടുത്തതായിട്ട് ജോസഫ് സാറിനെയാണ്. ജോസഫ് സാർ ഇനിയും മുന്നോട്ട്, ഇനിയും ഉറവിന്റെ വിളക്കം പിടിച്ചോണ്ട് ഇനിയും മുന്നോട്ടാണ് പോകാൻ പോകുന്നത് എന്നുള്ള രീതിക്ക് ഇന്നത്തെ വെബിനാറിൽ നമ്മുടെ ട്രെയിനറെ പരിചയപ്പെടുത്തുവാനായിട്ട് ജോസഫ് ജോൺ സാറിനെ വിളിച്ചോളൂ. ജോൺ സാറിനെയാണോ ജോസഫ് സാറിനാണോ? ജോസഫ് സാറിനെ, ഡോക്ടർ ജോസഫ് സാറിനെയാണ്. ഞങ്ങളില്ലെങ്കിൽ സാറ് തന്നെ ആയിക്കോട്ടെ. അപ്പോ ഈ പരിചയപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തെ അറിയാത്ത ആരെങ്കിലും ഈ കൂട്ടത്തിലുണ്ടെന്ന് തോന്നുന്നില്ല. എല്ലാവർക്കും അറിയാം. പോൾ പടയാട്ടി എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് കമ്മ്യൂണിന്റെ പരിപാടിക്കും സെൽഫ് ഇംപ്രൂവ്മെന്റ് ഹബിന്റെ പരിപാടി ആയാലും കൊള്ളാം, ICT ആയാലും KCT ആയാലും എല്ലാ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുകയും ഫുൾടേക്ക് കേൾക്കുകയും വളരെ ഗൗരവത്തോടെ ഓരോ ക്ലാസ്സിന് വീക്ഷിക്കും കാണുന്ന നല്ലൊരു സ്റ്റുഡൻ്റ് ആണ് നമ്മുടെ പോൾ പടയാട്ടി സാറ്. അദ്ദേഹത്തിന്റെ പ്രൊഫഷൻ ഇലക്ട്രോണിക്സ് ആയിരുന്നു. ഇലക്ട്രോണിക് സാധനങ്ങളൊക്കെ ഉണ്ടാക്കുക, സർവീസ് ചെയ്യുക, റിപ്പയർ ചെയ്യുക, ഇതൊക്കെയായിരുന്നു. പക്ഷെ അത് ചെയ്യുമ്പോഴും അതൊരു തൊഴിൽ മാത്രമാണ്. പാഷൻ സൈക്കോളജി തന്നെയായിരുന്നു. സൈക്കോളജി പഠിക്കുക. അങ്ങനെ അദ്ദേഹം MA സൈക്കോളജി എടുത്തു. മസ്കറ്റിലൊക്കെ പോയി അവിടെ ഇലക്ട്രോണിക്സിനോടൊപ്പം തന്നെ അദ്ദേഹം സൈക്കോളജി ക്ലാസ്സുകൾ കോളേജുകളിലെ സ്കൂളിലൊക്കെ പോയി സ്ഥിരമായിട്ട് എടുത്തുകൊണ്ടിരുന്ന വ്യക്തിയാണ്. MA സൈക്കോളജി കൂടാതെ BTA ഉണ്ട്. അതിന് ട്രാൻസാക്ഷൻ അനാലിസിസ് BTA ഉണ്ട്. ICTയിലെ ആക്റ്റീവ് മെമ്പറാണ്. ഇതൊക്കെയാണ് അദ്ദേഹത്തെ സൈക്കോളജിയെ കുറിച്ച് പറയാനുള്ളത്. പക്ഷെ അദ്ദേഹത്തിന് ഒരു ഡയറക്ടറാണ്. സ്വന്തമായിട്ട് സ്ഥാപനം നടത്തുന്ന കൗൺസിലിംഗ് സെന്റർ സ്റ്റെഫൈൻ കൗൺസിലിംഗ് സെന്റർ എന്ന് പറയുന്ന ആ സ്ഥാപനത്തിന്റെ ഡയറക്ടറാണ് പോൾ പടയാട്ടി സാർ. അത് ആ പോസ്റ്റിൽ കാണിക്കാൻ വിട്ടുപോയതാണ്. എന്തായാലും അത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. കൗൺസിലിംഗ് സെന്റർ അദ്ദേഹം നടത്തുന്നുണ്ട്. KCTയുടെ ട്രഷറർ മാത്രമായിരുന്നില്ല അദ്ദേഹം. ഈ 100 വരെ എത്തിച്ചതിൽ ഒരു പ്രധാന പങ്ക് വഹിച്ചത് എന്നോടൊപ്പം കൂടെ എല്ലാ കാര്യങ്ങളിലും ഉണ്ടായിരുന്ന വ്യക്തിയാണ്.
പടയാട്ട് സാറ് ആളെ തരുന്നതിന്. കാരണം പലപ്പോഴും റിസോഴ്സ് പേഴ്സൺ ഇനി ആര് നിൽക്കുമ്പോഴത്തേക്കും ഒരു 2-3 കാര്യങ്ങൾ തരും. അങ്ങനെയാണ്. അപ്പൊ എപ്പോഴും സ്റ്റോക്ക് ഉണ്ട്, ഒരുപാട് ബന്ധങ്ങൾ അദ്ദേഹം സൂക്ഷിക്കുന്നുണ്ട്. ഒരാളെ കുറിച്ചും ഒരു നെഗറ്റീവായിട്ട് പറയില്ല എന്നുള്ളതാണ്. വളരെ ശാന്തനായിട്ടുള്ള, ആ പഠിച്ചത് പ്രവർത്തിക്കുന്ന ആളാണ്. കൗൺസിലർ എങ്ങനെയായിരിക്കണം എന്നതിനെ കുറിച്ച്. അപ്പോ കൂടുതലായിട്ടൊന്നും പറയുന്നതിൽ സമയം വൈകി പോവുകയാണ്. ഇന്നത്തെ ക്ലാസ്സിന്റെ പേര് തന്നെ നമ്മുടെ ഈ സെൽഫ് ഇംപ്രൂവ്മെന്റിന്റെ ഡയറക്ടറായിട്ടുള്ള അദ്ദേഹം ചെയ്യുന്ന പോലെ അല്ലേ? ഇവിടെ പേര് മറന്നു പോകുന്നില്ല. ആൻഡോ മൈക്കിള് പേരിടുന്ന പോലെയാണ് അദ്ദേഹം പേരിട്ടിരിക്കുന്നത്. ഒരു സുന്ദരി 89 അല്ലേ കിളവികൾ. എന്തായാലും നമുക്ക് അറിയാം ആരാണ് ആ സുന്ദരി, ആരൊക്കെയാണ് ആ കിളവികളെന്ന് നമുക്ക് കേൾക്കാം. ഇനി ഞാൻ കൂടുതൽ പറയുന്നില്ല. ഓവർ ടു MC ജയശ്രീ. ഓക്കെ, താങ്ക് യു സർ. ഇനി അടുത്തതായി നമ്മുടെ പോൾ പടയാട്ടി സാറിന്റെ ഒരു വ്യത്യസ്തമായ ടോപ്പിക്, നെയിമുള്ള ടോപ്പിക് എന്താണെന്ന് അറിയാനുള്ള ഒരു ആഗ്രഹത്തിനായി സാറിന്റെ ക്ലാസ്സിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. ഓവർ ടു യു സർ. ഈവനിങ്. മ്യൂട്ട് ചെയ്യാത്തവരാരും ഉണ്ടല്ലോ. ഞാൻ രാവിലെ എനിക്ക് ആ കോപ്പ് ഉണ്ടാക്കിയത്. കാത്തിരിപ്പ്. ഒരു സുന്ദരിയും 86 കിഴവികളും. എന്റെ സഹൃദരായ എല്ലാ ഉറവ് കൂട്ടുകാർക്കും ആയില്ല എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. ഞങ്ങളുടെ പ്രസിഡന്റ് സലീല മാഡത്തിനും ഞങ്ങളുടെ സെക്രട്ടറി സൈജുവിനും എറണാകുളം ഡിസ്ട്രിക്റ്റിന്റെ നെടും തൂണായ ഡോക്ടർ PV ജോസഫ് സാറിനും സർവോപരി എൻ്റെ ഗുരുക്കന്മാരായ ഡോക്ടർ AO തോമസ്, റോളിൻ സർ എന്നിവർക്കും വന്ദനം. ഇവിടെ നിങ്ങളെല്ലാവരും തന്നെ ഒരു സുന്ദരിയെ നോക്കിക്കൊണ്ടിരിക്കുകയായിരിക്കും. അതോ 86 കിളവികളെയോ? നാരായണി, അവിടെ എത്ര സ്ത്രീകളുണ്ട്? ഞാൻ മാത്രമേ ഉള്ളൂ. കള്ളി പെണ്ണെ, നേര് പറയൂ, എത്ര എണ്ണം ഉണ്ട്? കുറേയുണ്ട്, എല്ലാം പടുകിഴവികളാ. എത്ര? 87. സുന്ദരികൾ എത്ര, കിഴവികൾ എത്ര? ഒരു സുന്ദരിയും 86 കിഴവികളും. നാരായണി, അവിടെ എത്ര സ്ത്രീകളുണ്ട്? ഞാൻ മാത്രമേ ഉള്ളൂ. ഒരു അസാധാരണ കാത്തിരിപ്പിന്റെ കഥയാണ് മതിലുകൾ എന്ന നോവൽ. ഇന്ന് ലോക പുസ്തക വായന ദിനമാണ്. ഈ ദിനത്തിൽ തന്നെ വൈക്കം മുഹമ്മദ് ബഷീർ എഴുതിയ ആ കഥയുടെ അടിസ്ഥാനപ്പെടുത്തിയ ഒരു പ്രസന്റേഷൻ ചെയ്യാൻ എനിക്ക് സാധിക്കുന്നത് അവിചാരിതം എന്നെനിക്ക് പറയാൻ പറ്റുന്നില്ല. എല്ലാ കാര്യങ്ങൾക്കും ഒരു ഉദ്ദേശം ഉണ്ട്. അതുകൊണ്ടാണ് ഇതിങ്ങനെ സംഭവിച്ചത്. നരനായി ഇങ്ങനെ ജനിച്ചുപോയി ഈ ഭൂമിയിൽ, മരണമെത്തുമ്പോൾ അന്ത്യവിധിയിൽ ജന്നത്തുൽ ഫിർദൗസ് കാണുമാറാകണേ. ഇത് വിശ്വാസികളുടെ കാത്തിരിപ്പാണ്. ഇതിൽ നാം കാണുന്നത് വെറുതെ നല്ല കാലം വരും എന്ന ചിന്തയിൽ കാത്തിരുന്ന് കാലനെത്തുമ്പോൾ അവസാനിക്കുന്ന ജീവിതം. ആ കാത്തിരിപ്പിലും സമയം, നിമിഷങ്ങൾ വരാതെ ഇങ്ങ് കടത്തിവിടുന്നത് എങ്ങനെയാണെന്ന് ചിന്തിക്കുവാനാണ് എൻ്റെ ശ്രമം. നാരായണി, എന്തോ?
പെണ്ണിന്റെ മണം എനിക്ക് അനുഭവപ്പെട്ടു. ഇപ്പോഴോ? അയ്യോ, ഇപ്പോഴല്ല, ഞാൻ ഈ ജയിലിൽ വന്ന് കയറി ഇങ്ങോട്ട് നടക്കുമ്പോ. അതെവിടുന്ന്? എന്റേതായിരിക്കുവോ? എനിക്ക് അറിഞ്ഞുകൂടാ. ആണിന്റെ മണം എങ്ങനെയായിരിക്കും? എനിക്ക് അറിഞ്ഞുകൂടാ നാരായണി. നിന്റെ ശരീരത്തിന്റെ ആ മണം. വരുന്നുണ്ടോ? ഇല്ല. എനിക്കും കിട്ടുന്നില്ല. അസത്ത് മതില്. നാരായണി, രണ്ടായിരം വ്യൂസായാണ്. മനുഷ്യർ ആഗ്രഹിക്കുന്നതും അവർക്ക് ഏറ്റവും വേണ്ടാത്തതുമായ അടുപ്പത്തിന് പ്രതിബന്ധമായി വരുന്നത് ഈ മതിലുകളാണ്. ഈ മതിലുകൾ മാറുവാൻ കാത്തിരുന്ന ബഷീർ നാരായണിയെ കാണുവാൻ കാത്തിരുന്ന ദിവസം ജയിൽ മോചിതനായി. കാത്തിരുന്നു പൂത്ത റോസപ്പൂവുമായി ജയിലിന് പുറത്തേക്ക് പോകേണ്ടി വന്നു. കാത്തിരുന്നുണ്ടാക്കിയ ഒരടുപ്പം തീവ്ര പ്രണയമായി നടൻ മമ്മൂട്ടി അവതരിപ്പിച്ചിരിക്കുന്നത് കേമൻ തന്നെ. ഇപ്രകാരം തീവ്രതയുള്ള അടുപ്പങ്ങൾ ജീവിതത്തിൽ മനുഷ്യർക്ക് ഏറെ ഉണ്ടാവില്ല എങ്കിലും അത്തരം അനുഭവങ്ങൾ ഒരായുസ് മുഴുവനും ഹൃദയത്തിൽ സൂക്ഷിച്ചു കഴിയുന്ന ധാരാളം പേർ നമ്മുടെ ചുറ്റും ഉണ്ട്. അപ്പോൾ ജനിച്ച് മരണമെത്തുന്നത് വരെയുള്ള സമയം ജീവിക്കുന്നത് എങ്ങനെയെന്ന് കാണാൻ ഈ വിശിഷ്ട കലാസൃഷ്ടിയെ തന്നെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. ബഷീറിൻ്റെ ആത്മകഥ രൂപമായിട്ടുള്ള ഈ നോവലിൽ ബഷീർ മാത്രം കൂട്ടത്തിൽപ്പെടാതെ കൂട്ടുകാരെല്ലാവരും ജയിൽ മോചിതരായി. അപ്പോൾ ഒരു ഒറ്റപ്പെടൽ അവിടെ സംഭവിക്കുന്നു. അന്ന് വരെ ജയിലിനകത്താണെങ്കിലും ഒരു ക്രമീകരണമനുസരിച്ച് അയാളുടെ സ്ട്രക്ചർ ഹങ്കർ തൃപ്തിപ്പെട്ടിരുന്നു. ജീവിതത്തിനൊരു താളമുണ്ടാകുവാൻ മനുഷ്യർ സ്വതവേ താല്പര്യം കാണിക്കുന്നു. ഇതില്ലെങ്കിൽ നമുക്കുണ്ടാകുന്നത് ഒരു സെൻസറി മരവിപ്പാണ്. അരക്ഷിതമായ ഒരു അങ്കലാപ്പുണ്ടാകുന്നു. ബഷീറിനെ പച്ചക്കറി നടുവാൻ പുറപ്പെടുന്ന ജയിൽവാസികളുടെ ക്ഷണം നിരസിക്കുവാനാണ് തോന്നുന്നത്. അത് ഒരു പിൻവലിയലാണ്, ഒരു ഒതുങ്ങൽ. ആൾക്കൂട്ടത്തിൽ തനിയെ ആക്കപ്പെടുന്നു, കൂട്ടത്തിൽ നിന്ന് പിൻവാങ്ങുന്നു. ഇവിടെ ഇപ്പോൾ നമുക്കിടയിൽ ഇങ്ങനെ സംഭവിക്കുന്നുണ്ട്. 1 2 3 4 5 5 6 പേര് സ്ക്രീനിലുണ്ട്. നമ്മുടെ ഈ കാലത്തിൻ്റെ കൂട്ടമാണ് സൂം എന്ന് പറയുന്നത്. ഈ പടയാട്ടി എങ്ങോട്ടാണാവോ പോകുന്നത്? തുറന്നു വെച്ചിരിക്കുന്നവർ തന്നെ ചിന്തകളിൽ പറന്ന് നടക്കുകയാണ്. മാനസികമായി പിൻവലിഞ്ഞ ഒരവസ്ഥയാണ് അത്. അറിയാൻ സാധിക്കുന്ന ഗതിയിൽ ആണ് പ്രതികരണങ്ങൾ സാധാരണ പ്രസൻറ്റേഴ്സ് ആവശ്യപ്പെടുന്നത്. അത് ആ പ്രസൻറ്ററുടെ സ്റ്റിമുലസ് ഹങ്കർ തൃപ്തിപ്പെടുത്തുവാനാണ് അപ്രകാരം റെസ്പോൺസുകൾ ആവശ്യപ്പെടുന്നത്. നമ്മൾ ഇപ്പോൾ പറഞ്ഞ സാമൂഹിക ഇടപെടലിൽ സംഭവിക്കുന്ന കാര്യമാണ് ബോറടി, അഥവാ ഇന്ദ്രിയങ്ങൾക്ക് സംഭവിക്കുന്ന ഒരു മരവിപ്പ്. പറയുന്ന ആൾക്കും കേൾക്കുന്ന ആൾക്കും ഇത് ഉണ്ടാകുമ്പോഴാണ് ഇപ്പോൾ ഞാൻ ഈ സൂചിപ്പിച്ച പിൻവാങ്ങൽ ഉണ്ടാവുന്നത്. ഇവിടെ നിന്ന് രക്ഷ നേടുവാൻ അടുപ്പങ്ങൾക്ക് വേണ്ടി അലച്ചിലുകൾ ആയി സമയം നമ്മൾ തള്ളി നീക്കിക്കൊണ്ടിരിക്കുന്നു. വിശ്വാസങ്ങൾ, നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ നരനായി ജനിച്ചുപോയി, ഈ ഭൂമിയിൽ എങ്ങനെയെങ്കിലും ജീവിക്കണം, മരണമെത്തുമ്പോൾ അന്ത്യവിധിയിൽ ജന്നത്തുൽ ഫിർദൗസ് കാണുമാറാകണമേ എന്നുള്ള വിശ്വാസങ്ങൾ പഠിപ്പിച്ച കാത്തിരിപ്പിനായുള്ള ആദ്യത്തെ ഉപാധിയാണ് ഈ പിൻവലിയൽ. ഇപ്രകാരമുള്ള പെരുമാറ്റത്തിൻ്റെ തീവ്രമായ അനുഭവമാണ് നമ്മുടെ സമൂഹത്തിൽ കാണുന്ന അനുഭാവപൂർണമല്ലാത്ത
ഇടപെടലുകൾ. കൂട്ടം ചേർന്ന് അടിച്ചു പൊളിക്കാൻ പുറപ്പെട്ട കുട്ടികൾ കൂട്ടുകാരൻ അവിചാരിതമായ റോഡപകടത്തിൽപ്പെട്ടപ്പോൾ തിരിഞ്ഞുപോലും നോക്കാതെ രംഗത്ത് നിന്ന് ഓടിപ്പോയത് മാതാപിതാക്കളോ ആ സ്ഥാനം നൽകിയവരോ ഉണ്ടാക്കിയ വിലക്കുകൾ അനുസരിക്കുമ്പോഴാണ് അവർ മാനസികമായി ഈ അവസ്ഥയിൽ പെടുന്നത്. ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെടരുത്. ഇത് സ്വയം രക്ഷ നൽകുന്ന നിർദ്ദേശമായിട്ട് കരുതി ഇങ്ങനെയുള്ള അവസ്ഥയിൽ അവർ പിൻവലിയുന്നു. ഇത്തരം പിൻവലിയൽ അങ്ങനെയാണ് സംഭവിക്കുന്നത്. നിഷ്ക്രിയത്വമാണ് ഇവിടെ മുഖമുദ്രയായി വരുന്നത്. മുമ്പ് സൂചിപ്പിച്ച മരവിപ്പിലേക്കാണ് അവർ വലിച്ചിഴക്കപ്പെടുന്നത്. വ്യക്തികൾ തമ്മിലുള്ള അടുപ്പത്തിലേക്ക് വരുവാനായുള്ള ഈ കാത്തിരിപ്പിൽ ഇനിയും 4 രീതികളിലൂടെ സമയക്രമീകരണങ്ങളിൽ ആളുകൾ നീങ്ങുന്നത് ഈ മതിലുകളിലെ പാഠങ്ങളിൽ കൂടി നമുക്ക് നോക്കിക്കാണാം. തോക്കുമായി നിൽക്കുന്ന പോലീസുകാർ പരസ്പരം സല്യൂട്ട് ചെയ്യുന്നു. വിശേഷങ്ങൾ ചടങ്ങിന് വേണ്ടി ചോദിക്കുന്നു. ഇവിടെ നാം സ്റ്റിമുലസ് ഹങ്കറിന്റെ അടുത്ത നിലയിലേക്കുള്ള റെക്കഗ്നീഷൻ ഹങ്കറിലേക്ക് എത്തിപ്പെടാൻ ശ്രമിക്കുകയാണ്. വ്യക്തികൾ തമ്മിൽ കണ്ടുമുട്ടി. അങ്ങനെ ഉള്ള സമയത്ത് ഇങ്ങനെയുള്ള റിച്വൽസ് നിർബാധം തുടർന്നു പോകും. എന്തുണ്ട് വിശേഷം? ഈ ചോദ്യം നാം ഒരു ചടങ്ങായി കൊണ്ടുപോകുന്നു. തിരിച്ചു എന്നാ പറയാനാ എന്ന മറുപടി കിട്ടിയാൽ റെക്കഗ്നീഷൻ ഹങ്കർ ഉദ്ദേശിക്കുന്ന ആൾക്ക് അതൊരു പൂർത്തീകരണമായി. എന്നാൽ പ്രതികരണമില്ല എങ്കിൽ അല്പം പ്രയാസവും ഉണ്ടാവും. ഈ പറഞ്ഞ ചടങ്ങിൽ വിഖ്യാതമായ സ്ട്രോക്ക് തിയറി ഉൾപ്പെടുന്നുണ്ട്. ഇപ്രകാരം സ്ട്രോക്സ് നൽകുന്നതിൽ നിന്ന് പിന്തിരിഞ്ഞ് അല്പം ക്രൂരമായ വിനോദങ്ങളിൽ ഏർപ്പെടുമ്പോൾ ആ റെക്കഗ്നീഷൻ കിട്ടാത്ത വ്യക്തികൾ കയ്യാങ്കളികളിലേക്ക് മാറിപ്പോയേക്കാം. റെക്കഗ്നീഷൻ ഹങ്കർ പൂർത്തീകരണത്തിലേക്ക് എത്തിക്കുന്നത് പാരന്റിങ്ങിന്റെ ഭാഗമായി കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുത്ത രീതികളുടെ പ്രകടനമായി കാണാം. മുതിർന്നാലും നാം ഈ രീതികൾ തന്നെ തുടർന്നു കൊണ്ടുപോകുന്നു. സമയക്രമീകരണത്തിന്റെ ഭാഗമായി ഇങ്ങനെയുള്ള കാര്യങ്ങൾ തന്നെയാണ് മുതിർന്നവരും സ്വീകരിക്കുന്നത്. ഈ രീതികൾ അടുപ്പത്തിലേക്ക് നമ്മെ കൊണ്ടുപോകാൻ ഒരു ശ്രമം നടത്തുന്നുണ്ട്. പരസ്പരം അഭിവാദനം നടത്തുന്നത് പോലെ തന്നെ ഏറെ തരത്തിലുള്ള ചടങ്ങുകൾ നാം ജീവിതത്തിൽ ചെയ്യാറുണ്ട്. പ്രാർത്ഥനകൾ, നേർച്ചകൾ, ആചാരങ്ങൾ, ഇവയെല്ലാം ചടങ്ങുകളാകുന്നത് നമ്മുടെ വിശ്വാസങ്ങളിൽ ഉളവാകുന്ന ക്രിയകളായതുകൊണ്ടാണ്. ഫലപ്രാപ്തിക്കായിട്ടുള്ള കാത്തിരിപ്പാണ് പിന്നീട് തുടർന്നുണ്ടാകുന്നത്. ജീവിത ക്രമീകരണത്തിനുള്ള 3ാമത്തെ ഉപാധിയായി ഇതിനെ കാണാം. ഒരു രസകരമായ പിന്നാമ്പുറ കഥ മതിലുകളെ പറ്റി പറയാൻ എനിക്ക് തോന്നുന്നു. അത് ശ്രദ്ധിക്കുകയാണെങ്കിൽ ചില കാര്യങ്ങൾ കൂടി നമുക്ക് മനസ്സിലാകാം. 1964 കൗമുദിയുടെ ഓണം വിശേഷാൽ പ്രതിയിലാണ് മതിലുകൾ എന്ന നോവൽ പ്രസിദ്ധീകരിക്കപ്പെട്ടത്. നോവൽ എഴുതി കൊടുക്കാമെന്ന് ഏറ്റ ബഷീർ ഒരു പ്രതികരണവും കാണിക്കാതെ പത്രാധിപരുമായിട്ട് ഒരു ഒളിച്ചുകളിയിൽ ഏർപ്പെട്ടു. കെ ബാലകൃഷ്ണൻ ബഷീറിനെ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിച്ചാൽ യാതൊരു തരത്തിലും അദ്ദേഹം ബന്ധപ്പെടുന്നില്ലായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ബലമായി ബഷീറിനെ തിരുവനന്തപുരത്ത് എത്തിച്ച് എഴുതിച്ചു എന്നാണ് പറയപ്പെടുന്നത്. ബഷീർ എന്ന കലാസാഹിത്യകാരൻ കാത്തിരിപ്പിന്റെ സമയക്രമത്തിന്റെ 1ാം രീതിയായ പിൻവാങ്ങൽ നടത്തുന്നതാണ് ഈ നടപടി. ആൾക്കൂട്ടത്തിൽ തനിയെ ആയ സാമൂഹിക പ്രവർത്തനത്തിൽ നിന്നുള്ള പിൻവലിയലാണെങ്കിൽ ഇത് കലാപ്രവർത്തനങ്ങളിൽ പിൻവലിഞ്ഞ ഒരു വ്യക്തിയുടെ പിൻവലിയലായിട്ടാണ് നമുക്ക് കണക്കാക്കേണ്ടത്. നോവലിൽ ജയിൽവാസികൾ ഒരു സെല്ലിൽ കൂടിയിരുന്ന് വൻ ചർച്ചകളും സംഭാഷണങ്ങളും നടത്തുന്നതായി കാണാം. ആ സമയത്തെല്ലാം അവർ ബ്രിട്ടീഷുകാരുമായി സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടിയുള്ള പോരാട്ടവേളയിലെ കഥകൾ വിവരിക്കുകയാണ് ചെയ്യുന്നത്.
ഇവിടെ വ്യക്തികൾ കൂട്ടം കൂടി അടുപ്പത്തിനായി ശ്രമിക്കുകയാണ്. എന്നാൽ ആ വഴിയിലേക്ക് വരാൻ അവർ നടത്തുന്ന ശ്രമങ്ങളിൽ എൻ്റെ ശ്രമത്തിന് പുറകെ പോവുകയാണ് ഓരോരുത്തരും. യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് സമയം ചുമ്മാ കൊന്നു പോവുകയാണ്. സമയം കൊല്ലികളാണ് അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ധാരാളം കാര്യങ്ങൾ ഓരോരുത്തരും പരസ്പരം പറഞ്ഞു തുടങ്ങുമ്പോൾ വലിയ കേടില്ലാതെ മണിക്കൂറുകൾ പിന്തുടരുവാൻ കൂട്ടങ്ങളിൽ സാധിക്കുന്ന ഒരു കാര്യമാണ് സമയം കൊല്ലികൾ അല്ലെങ്കിൽ പാസ് ടൈംസ്. ആ കൂട്ടത്തിൻ്റെ കെട്ടുറപ്പിന് അത് നല്ലതായിരിക്കുന്നത് കാണാം. സാധാരണ സാമൂഹ്യമായി പരിശോധിച്ചാൽ ഏത് കൂട്ടം ചേരലിലും ഇത്തരം പാസ് ടൈംസ് സമയ ക്രമീകരണത്തിനായി നടക്കുന്നത് കാണാം. കുട്ടികളുടെ സ്കൂളിലെ പാരന്റ് ടീച്ചർ അസോസിയേഷൻ പരസ്പരം കണ്ടുമുട്ടുമ്പോൾ ചർച്ച ചെയ്യുന്നത് ഇത്തരം അനാവശ്യ ചർച്ചകളാണ്. ആർക്കും ഉപകാരമില്ലാത്ത അവരിൽ ബന്ധപ്പെടാത്ത മറ്റു കാര്യങ്ങളെക്കുറിച്ചുള്ള ചർച്ചകൾ ഇങ്ങനെ ഘോരഘോരം നടത്തിപ്പോകുന്നു. ഉപരിപ്ലവമായ സംഭാഷണങ്ങൾ മാത്രമാണ് ഇവിടെ നടക്കുന്നത്. ക്രിയാത്മകതയില്ലാതെ ഘോരഘോര സംഭാഷണങ്ങൾ തുടർന്നുകൊണ്ടേ പോകുന്നു. ജയിൽവാസികൾ എല്ലാവരും ചേർന്ന് കൂട്ടമായി പണി ചെയ്യുന്നു. മുനിയെപ്പോലെ ഇവിടെ ഇങ്ങനെ കുത്തിയിരിക്കാതെ എന്ന് പറഞ്ഞ് ബഷീറിനെ കൂടെ കൂട്ടുമ്പോൾ അയാളുടെ ഏകാന്തമായ കാത്തിരിപ്പിന് ശമനം വരുന്നു. താൽക്കാലികമായി കിട്ടുന്ന സമയം കൃഷിപ്പണികൾ ചെയ്ത് മുന്നോട്ട് പോകുന്നു. ഇവിടെ പ്രതിഫലം ഇന്നത്തെ ജയിലുകളിൽ കിട്ടുന്നുണ്ടെങ്കിലും ബഷീറിന് കിട്ടിയിരുന്നോ എന്നറിയില്ല. എന്നാലും ഒരു കൂട്ടത്തിലായിരുന്നപ്പോൾ ഉള്ള ഒരു സുഖം ആണ് അവിടെ അനുഭവിച്ചതായിട്ട് മനസ്സിലാക്കേണ്ടത്. ജീവിതം നെറ്റിയിലെ വിയർപ്പിന്റെ പ്രതിഫലത്തിനായിട്ടുള്ള പ്രയത്നത്തിലാണ് കൂടുതലായി നാം ചിലവാക്കുന്നത്. ഇപ്രകാരം ജോലി സ്ഥലത്ത് വെച്ച് അടുപ്പങ്ങൾ ഉടലെടുക്കും. അവയെല്ലാം സുഖകരമായ അന്ത്യത്തിലേക്ക് നയിക്കുമെന്ന് ഉറപ്പില്ല. മിക്കപ്പോഴും ആശ്വാസമേകുന്ന, പരസ്പരം സഹായമേകുന്ന വീഴ്ചകളാണ് സംഭവിക്കുന്നത്. ഇവിടെ സാധാരണ നിലയിൽ അന്നപ്രശ്നത്തിന് മുൻകൂറുള്ളതിനാൽ പ്രതിബന്ധങ്ങളെ മറികടക്കുവാൻ സാധിക്കുന്നു. മനുഷ്യബന്ധങ്ങളിൽ ഈ അവസ്ഥയാണ് പൊതുവെ പ്രയോജനകരം എന്ന് കാണാം. ജോലി സ്ഥലത്തും പിൻവലിയൽ ചടങ്ങുകൾ, സമയം കൊല്ലികൾ ഉണ്ടാവാറുണ്ട്. ശ്രമകരമായ ജോലികൾ അവരവർക്ക് ഇണങ്ങിയ രീതിയിൽ നീക്കുന്നതിന് ഇടയിൽ ബോസ് എന്ന സാധനം ഒരു സൂപ്പർവൈസർ സാറോ നിർദ്ദേശങ്ങളോ ആയി എത്തുമ്പോൾ ഉൾവലിഞ്ഞ് ഒരു പ്രതികരണം നടത്തുമെങ്കിലും ശമ്പളം കിട്ടുന്നതിന് വേണ്ടി പണിയെടുക്കും. ആത്മാർത്ഥമായിട്ടല്ല എന്ന് പറയാം. കാര്യങ്ങൾ നടത്തിവിടും. മനസ്സിൽ ഈ കടമ്പ കടന്ന് മറ്റൊരിടം അവർ സ്വപ്നം കാണുന്നുണ്ടാവാം. ഈ അവസ്ഥയൊന്ന് പരിശോധിച്ചാൽ ബോധ്യമാകുന്ന ഒന്നുണ്ട്. ആത്മാർത്ഥമായ പ്രവൃത്തി ആസ്വദിച്ച് ചെയ്യുമ്പോൾ ആവണമെങ്കിൽ ഭൂതം ഭാവി ചിന്തകളിൽ അടിപ്പെടാതെ ആ നിമിഷത്തിന്റെ വിളിയിൽ നിന്നുകൊണ്ട് ജീവിക്കുക. നാം കൂടെ കേൾക്കാറുള്ള മൈൻഡ്ഫുൾ ലിവിങ് എന്ന കാര്യമാണ് ഇത്. ബഷീർ കൂട്ടം തെറ്റി നിരാശപ്പെട്ടിരുന്നപ്പോൾ കിട്ടിയ കച്ചിത്തുരുമ്പാണ് മതിലിനപ്പുറത്ത് ഉണങ്ങിയ കമ്പ്. ചുറ്റുപിണഞ്ഞ് ഒച്ച വെച്ച് മരം ചാടി നടന്ന അണ്ണാനെ കള്ളപടുക്കൂസേ നീ എന്നെ കളിയാക്കുന്നോ മതിമറന്ന് തുള്ളിച്ചാടുന്ന ബഷീർ സന്തോഷത്തിൻ്റെ ഒരു പ്രകടനമാണ് അവിടെ കാണിച്ചത്. അനിയൻ ജയിലർ വന്ന് ബഷീർ നിങ്ങൾ മോചിതനായി എന്ന വാചകം ആ സന്തോഷത്തിൻ്റെ ലോകത്തിൽ നിന്ന് പെടുന്നനെ ബഷീറിനെ ഇല്ലാതാക്കുന്നു. നാരായണിയും ബഷീറും ഒരേ സമയം ദുഃഖിതരാകുന്നു. ഈ രസകരമായ മാനസിക വൈതരണി കാത്തിരിപ്പിന്റെ സമയപരിധിക്ക് അന്ത്യം വരുത്തുന്നു. ഒരുതരം ഗെയിം അസുഖകരമായ അന്ത്യത്തിലേക്ക് എത്തിക്കുന്ന കുറെ ഇടപെടലുകൾ. ഇത്തരം ഇടപെടലുകൾ
ഒരു ജീവിതകാലം കടന്നു പോകും തോറും മാറി മാറി വന്നുകൊണ്ടിരിക്കും. അസുഖകരമായ പര്യവസാനമാണെങ്കിലും ആർദ്രത തരുന്ന ഈ പ്രവൃത്തി ആവർത്തിച്ച് ഒരാളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് പലവിധ മാനസികാഘാതങ്ങളിൽ നിന്നും അവരെ രക്ഷപ്പെടുത്തുന്നു. ആരാ അവിടെ ചൂളം അടിക്കുന്നേ? ഞാനാ. പേരെന്താ? ബഷീർ. എളിയ തോതിൽ ഒരു എഴുത്തുകാരനാണ്. 2.5 കൊല്ലത്തെ തടവ്. ഇപ്പൊ ഞാനിവിടെ തനിച്ചാ. കൂട്ടുകാരെല്ലാം പോയി. പേര് പറഞ്ഞില്ലല്ലോ. നാരായണി. സുന്ദരമായ പേര്. വയസ്സ്? 22. സുന്ദരമായ വയസ്സ്. രണ്ട് വ്യക്തികൾ കണ്ടായിരുന്നല്ലോ അല്ലേ? അല്ല സാറേ, ജോസഫ് ബേബി സാർ അത് കാണാൻ പറ്റിയിരുന്നോ? കാണാൻ പറ്റി സാർ. കാണാം. രണ്ട് വ്യക്തികൾ ആദ്യമായി നടത്തുന്ന സംഭാഷണമാണ്. അണ്ണാറക്കണ്ണനോട് വർത്താനം പറയുന്ന നിഷ്കളങ്കതയിൽ തന്നെ നാരായണിയുമായി തുറന്നു സംസാരിക്കുന്നു. യാതൊരു വക ഒളിച്ചു വെക്കലുമില്ലാതെ ആത്മാർത്ഥത നിറഞ്ഞ തുറന്ന സംഭാഷണം. ബോധപൂർവമായ നൈസർഗികത നിറഞ്ഞു നിൽക്കുന്നു. അവർ ജീവിക്കുന്ന നിമിഷത്തിൽ നിന്നുകൊണ്ടാണ് ഈ സംഭാഷണങ്ങൾ. ഇപ്രകാരമുള്ള സംസാരങ്ങൾ ഏറെ നേരം നടത്തുവാൻ മനുഷ്യ വ്യക്തികൾക്ക് അസാധ്യമാണ്. പെടുന്നതിന് എപ്പോൾ വന്നു, ജീവപര്യന്തം തടവാണല്ലേ എന്ന സംഭാഷണങ്ങൾ വരുമ്പോൾ ഭൂതകാലത്തിലേക്കും ഭാവി കാലത്തിലേക്കും സഞ്ചരിക്കുന്നു. എന്നാൽ തന്നെ നിമിഷത്തിലുള്ള അല്പം നേരം ആഴങ്ങളിലേക്കുള്ള അടുപ്പങ്ങൾ ഉണ്ടാക്കുന്നു. ഇത് മനുഷ്യ ജീവിതത്തിലെ സാഹചര്യങ്ങളെ പരിശോധിക്കുമ്പോൾ വളരെ ശരിയാണെന്ന് കാണാം. ഇനി TA അഥവാ വിനിമയ അപഗ്രഥനത്തിൻ്റെ ഉപജ്ഞാതാവായ എറിക് ബേൺ പറയുന്നത് ഇങ്ങനെയാണ്: എല്ലാ മനുഷ്യരും തന്നെ ജീവിതാന്ത്യം വരെയുള്ള കാത്തിരിപ്പിൽ നേടുന്ന വെല്ലുവിളി ആ സമയം എങ്ങനെ ക്രമീകരിക്കും എന്ന് തന്നെയാണ്. മതിലുകളിൽ നാം പരിശോധിച്ചത് ഈ 6 വിഭാഗങ്ങളാണ്. അവ മതം, കല, സാമ്പത്തികം, സാമൂഹികത, ലൈംഗികത ഇവയിൽ ഏതെങ്കിലും ഇടപെട്ട് സമയക്രമീകരണ രീതി ഈ 6 വിധത്തിൽ തന്നെയാണ്. ഇടപെട്ട സമയക്രമീകരണ രീതി നടത്തുമ്പോൾ ഈ 6 വിധത്തിൽ തന്നെയാണ് അത് നടത്തിക്കൊണ്ടുപോകുന്നത്. ഒന്നാമതായി വിത്ഡ്രോയൽ, രണ്ടാമതായി റിച്വൽസ്, മൂന്നാമതായി പാസ് ടൈംസ്, നാലാമതായി ആക്ടിവിറ്റി, അഞ്ചാമതായി ഗെയിംസ്, ആറാമതായി ഇൻറ്റിമസി, പിൻവലിയൽ, ചടങ്ങുകൾ, സമയം കൊല്ലികൾ, ജോലി, മനസ്സിൻ്റെ കളികൾ, അടുപ്പം. ഇനി നമുക്ക് സാമൂഹികമായ ഇടപെടലുകൾ എങ്ങനെയെന്ന് ഞാൻ ഈ മതിലുകളുടെ ചുറ്റുവട്ടത്തിൽ നിന്ന് പറയുകയുണ്ടായി. സെക്സ് അഥവാ ലൈംഗികയിൽ ഈ പിൻവലിയൽ, മറ്റു വ്യക്തികളുമായി
എങ്ങനെയാണ് സംഭവിക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. മറ്റൊരു വ്യക്തിയുമായിട്ട് ഇടപെടാതെ ഒന്ന് കൈയെത്തിച്ചാൽ പിടിക്കാവുന്ന സ്വന്തം ലൈംഗിക അവയവങ്ങളെ ഇക്കിളിപ്പെടുത്തി തുടങ്ങുന്നവയാണ് ഓരോ വ്യക്തിയുടെയും ഇടപെടലിലെയും സ്വയം രസിച്ച് സമയം പോക്കുക. വികാര തീവ്രതയുള്ള ഒരു സാഹസമാണെന്ന് കുട്ടിക്കാലം മുതലേ മനസ്സിലാക്കിയ ഈ പ്രക്രിയ ഒരു കുഴപ്പമില്ലാതെ ചില ആളുകൾ നടത്തിക്കൊണ്ടു പോകുന്നു. അത് ഒരു വിത്ഡ്രോവലാണ്. സാമൂഹികമായ ഇടപെടലുകളിൽ ഇഷ്ടപ്പെടാത്തവർ അങ്ങനത്തെ ഒരു രീതിയിലായിരിക്കും പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ റിച്വൽസ് പല മതങ്ങളിലും സെക്സുമായി ബന്ധപ്പെട്ട രീതികൾക്ക് നമുക്ക് കാണാം. ഋതുമതിയായ പെൺകുട്ടിയെ പ്രത്യേക രീതിയിലുള്ള ചടങ്ങുകൾ നടത്തി ആഘോഷിക്കുന്നു. കൗമാരത്തിലെത്തിയാൽ ആൺകുട്ടികൾക്ക് കുമ്പസാരവും ആദ്യ കുർബാന സ്വീകരണവും ഊണൂൽ കല്യാണം ഇവയെല്ലാം റിച്വലിസ്റ്റിക് സെക്സ് സങ്കല്പങ്ങളാണെന്ന് കാണാം. സ്വറപറച്ചിൽ പാസ്റ്റ് ടൈംസ് സെക്സിനെ കുറിച്ച് നടക്കുന്ന കൂട്ടങ്ങളിൽ എത്ര സമയം വേണമെങ്കിലും മനുഷ്യർ കണ്ടെത്തും. അറിഞ്ഞില്ലേ, അവർ ഡൈവോഴ്സായി, രണ്ടുപേരും പുതിയ ആളുകളെ കണ്ടുപിടിച്ചു, അവനെ തേച്ചെന്നാണ് തോന്നുന്നത്. വെറുതെ നടത്തുന്ന ഇത്തരം സംഭാഷണങ്ങൾ ജീവിതത്തിൽ പലർക്കും നേരം തള്ളിവിടാൻ മാത്രം പോരുന്നവയാണെന്ന് കാണാം. സെക്സിൽ അടുപ്പങ്ങളാണെന്ന് തോന്നിക്കുന്ന വെറും വൈകാരിക ശമനത്തിനായുള്ള വ്യക്തികൾ നടത്തുന്ന സമയം കൊല്ലികളും പണികളും നമുക്ക് ഇന്ന് ധാരാളം കാണുവാൻ കഴിയും. തിരക്കുള്ള ആൾക്കൂട്ടങ്ങളിലും പാർക്ക് പോലെയുള്ള പൊതുസ്ഥലങ്ങളിലും തടിക്ക് കേടില്ലാതെ നടക്കുന്ന തോണ്ടലുകൾ ഇത് രസമാക്കുന്ന വികൃതി കുട്ടികൾ. ഈ വിഷയത്തിൽ എത്ര സമയം വേണമെങ്കിലും മനുഷ്യർ ചിലവഴിക്കുന്നു. ഒരു മുൻകൂട്ടിയുള്ള ചർച്ചയിൽ സമ്മതപൂർവം സെക്സിന്റെ ആവശ്യം നടത്തുന്നതാണ് ഗർഭപാത്രം വാടകയ്ക്ക് നൽകുന്ന ഇത്. എന്നാൽ വേശ്യകളുടെ വിലപേശുന്നതിന് ഇത്രയും മാന്യത നമ്മുടെ സമൂഹം നൽകുന്നില്ല. ഇവ രണ്ടും സെക്സ് സംബന്ധമായ സമീകരണത്തിലുള്ള ആക്ടിവിറ്റി ആയിട്ട് നമുക്ക് ഉദാഹരിക്കാം. സെക്സിനെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ സമയവും വികാര തീവ്രതയുമുള്ളതാണ് ഗെയിംസ് എന്നത് സാധാരണ ഭാഷയിലുള്ള വളക്കലുകൾ ഗൂഢമായ ഉദ്ദേശങ്ങളോടുകൂടി സെക്സിനെ സമീപിക്കുന്നത് മനുഷ്യരിൽ മാത്രമുള്ള ഒരു പ്രത്യേകതയാണ്. പ്രഥമ ദൃഷ്ട്യാ പ്രണയവും പ്രേമവുമായി കാണുന്നവയെല്ലാത്തിലും ഈ രീതി ഒളിഞ്ഞിരിക്കുന്നുണ്ട്. പ്രകൃതി മനുഷ്യന് ലൈംഗികത നൽകിയിരിക്കുന്നത് പ്രജനനം, വംശം നിലനിർത്താൻ വേണ്ടി മാത്രമാണ്. എന്നാൽ ഇന്ന് അതിന് മനുഷ്യർ വലിയ വിലയൊന്നും കൽപ്പിക്കുന്നുണ്ടെന്ന് തോന്നുന്നില്ല. എന്നാൽ വളരെ കുറച്ചു പേർ ഇൻറ്റിമസി, യഥാർത്ഥ അടുപ്പങ്ങൾ കണ്ടെത്തുന്നു. നമ്മളിൽ വിശ്വാസങ്ങളുടെയും അധമ വികാരങ്ങളുടെയും പിടിയിൽ അമർന്നു പോകുന്ന ഒരു ശിശുവുണ്ട്. അതിനെ കണ്ടെത്തി പുനർജന്മമെടുക്കുകയാണ് നാം ചെയ്യേണ്ടത്. വീണ്ടും ശിശുവായി തീരുക എൻ്റെ പ്രിയ തച്ചൻ്റെ മകൻ്റെ ഉപദേശമാണ്. നാം ജീവിച്ചിരിക്കുന്ന ഈ നിമിഷത്തിൽ പുനർജനിക്കുമ്പോഴാണ് മേൽപ്പറഞ്ഞ ശിശു വീണ്ടും ജനിക്കുന്നത്. അതാണ് പുതിയ ജീവൻ, ഉയർത്തെഴുന്നേൽപ്പ്. ആ ജീവനിലേക്ക് ഏവർക്കും എത്തുവാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. ഇത് വളരെ ചെറിയ ഒരു പ്രസന്റേഷനായിട്ട് ഞാൻ അവതരിപ്പിച്ചു. എന്തെങ്കിലും ചോദ്യങ്ങൾ ആർക്കെങ്കിലും ചോദിക്കണമെങ്കിൽ ചോദിക്കാം. ജയശ്രീ. ജയശ്രീ എവിടെ പോയി? സാറേ ജയശ്രീ മാഡം ലെഫ്റ്റ് ആയി നെറ്റിന്റെ പ്രോബ്ലം ഉണ്ട്, അവിടെ മഴയുണ്ട്.
ഓക്കെ ഓക്കെ. ചോദ്യങ്ങൾ ആർക്കെങ്കിലും ചോദിക്കണമെങ്കിൽ ചോദിക്കാം. ജോസഫ് സാറേ. ഹലോ, ജോസഫ് സാർ കേൾക്കുന്നുണ്ടോ? ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ടോ ഇതിനെ റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചോദിക്കണമെങ്കിൽ ഇപ്പൊ ചോദിക്കാം. ഹലോ, എന്നോടാണോ ചോദിച്ചത്? ജോസഫ് ജോണോടാണോ? അത് സാറേ, നെറ്റ് ഇഷ്യൂ ഉള്ള കാരണം ഞാൻ കേട്ടില്ല. എന്തായിരുന്നു? അല്ല, ഇനി ഇതിന്റെ പ്രസന്റേഷൻ കഴിഞ്ഞു. ഫൈനലി അവസാനത്തെ ഭാഗം കഴിഞ്ഞു അല്ലേ? ഓക്കെ. ഓക്കെ. ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അതും കൂടി പറഞ്ഞോട്ടെ സാറേ. അതെ, യെസ്. ഡിസ്കഷൻ ആയിക്കോട്ടെ. ഡിസ്കഷനോ അല്ലെങ്കിൽ ചോദ്യങ്ങളോ സാറിനെ കുറിച്ച് എന്തെങ്കിലും. ഡിസ്കഷനോ. ഓക്കെ. വർഗീസ് സാർ കേൾക്കുന്നുണ്ടോ? സാറ് മ്യൂട്ടാണ്. കേൾക്കുന്നുണ്ടായിരുന്നു. മുഴുവൻ കേൾക്കാൻ പറ്റിയില്ല. കുറെ കഴിഞ്ഞിട്ട് കയറാൻ പറ്റുള്ളൂ. സാറിന് ഈ ക്ലാസ്സിനെ കുറിച്ച് എന്തെങ്കിലും ഒരു 2 വാക്ക് പറയാം. ഞാൻ PM വർക്കി, ഇടുക്കിയിൽ നിന്നാണ്. എനിക്ക് എൻ്റെ വീട്ടിൽ വെച്ചിട്ട് മറ്റൊരു മീറ്റിംഗ് നടക്കുമായിരുന്നു. അതുകൊണ്ട് എനിക്ക് സാറിൻ്റെ പ്രസന്റേഷൻ മുഴുവനായിട്ട് കേൾക്കാൻ കഴിഞ്ഞില്ല. ഒരു പകുതി ഭാഗം മാത്രമേ എനിക്ക് കേൾക്കാനായിട്ട് സാധിച്ചുള്ളൂ. ആ പകുതി ഭാഗത്ത് കേട്ട കാര്യങ്ങളെ സംബന്ധിച്ച് എനിക്ക് സാറിൻ്റെ തുടക്കം കിട്ടാതിരുന്നത് കൊണ്ട് അതെന്താണ് അതിനകത്ത് ഉദ്ദേശിക്കുന്നതെന്ന് എനിക്ക് കൂടുതലായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിച്ചില്ല. എങ്കിലും സാറ് പോൾ പടയാട്ടി സാറ് വളരെ നല്ല രീതിയിൽ കൈകാര്യം ചെയ്ത ആ വിഷയം അത് ഭംഗിയായി അവതരിപ്പിക്കാൻ സാറിന് സാധിച്ചു എന്നാണ് ഞാൻ അറിയുന്നത്. സാറിന് എല്ലാവിധമായ ആശംസകളും അറിയിക്കുന്നു. താങ്ക് യു. രഞ്ജിത്ത് സാർ കേൾക്കുന്നുണ്ടോ? ഗുഡ് ഈവനിങ്. ഞാൻ രഞ്ജിത്താണ്. പോൾ സാർ, ഈ പ്രസന്റേഷൻ ഞാൻ കേട്ടു. വളരെ മനോഹരമായിട്ട് സാറ് അവതരിപ്പിച്ച ഈ ഒരു കൺസെപ്റ്റ് വളരെ പ്രസക്തിയുള്ളതാണ്. മനുഷ്യർ പരസ്പരം ഇടപഴകുമ്പോൾ എങ്ങനെ സമയക്രമീകരണം നടത്തുന്നു, അതിൽ വരുന്ന താളപ്പിഴകളിലാണ് പലപ്പോഴും മാനസികമായ ബുദ്ധിമുട്ടുകളിലേക്കും പ്രശ്നങ്ങളിലേക്കും ആളുകളെ നയിക്കുന്നത്. ഇപ്പോൾ സമൂഹത്തില് അത് വളരെ പ്രസക്തമായൊരു വിഷയമാണ്. ഈ ചെറിയൊരു സമയം കൊണ്ട് ഇതിനെ അവതരിപ്പിക്കുക എന്ന് പറഞ്ഞ വലിയൊരു ചലഞ്ചാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ കൺസെപ്റ്റ് കൃത്യമായിട്ട് ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ആളുകളിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞാൽ, സാറ് ഉപയോഗിച്ച ആ മാർഗം എനിക്കിഷ്ടപ്പെട്ടു. മതിലുകൾ എന്ന വളരെ പ്രശസ്തമായ ഒരു ചെറുകഥയെ ആസ്പദമാക്കിക്കൊണ്ട് അതിനെ അവതരിപ്പിക്കുക എന്നുള്ള ആ ഒരു രീതി നന്നായിട്ടുണ്ടത്. പിന്നെ ഇതില് നമ്മൾ പൊതുവെ ചർച്ച ചെയ്യാൻ മടിക്കുന്ന ഒരു വിഷയത്തെ കൂടെ സാറ് കൊണ്ടുവന്നു എന്നുള്ളത് ഒരു ധീരമായൊരു നിലപാടാണ്. അതായത് ലൈംഗികതയുമായി ബന്ധപ്പെട്ടുകൊണ്ട് മനുഷ്യരെങ്ങനെയാണ് സമയക്രമീകരണം നടത്തുന്നത്,
മിക്കവാറും സമൂഹവുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ ക്രൈമിന്റെയും പുറകിൽ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുന്ന ചില സത്യങ്ങൾ അതിന്റെ പുറകിൽ ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. അപ്പൊ ഇനിയും ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയമാണ് സാർ അവതരിപ്പിച്ചത്. വളരെ നന്നായിരുന്നു. താങ്ക് യു. താങ്ക് യു ഓൾ സാർ. പരാതി സാർ. താങ്ക് യു സാർ. മോഹൻദാസ് ആണ് സാർ. സാറിന്റെ ഈ പ്രഭാഷണം കേൾക്കാനിടയായി വളരെ സന്തോഷം. സാറ് മതിലുകൾ എന്ന ആ ചെറുകഥയെ അടിസ്ഥാനമാക്കി ട്രാൻസാക്ഷണൽ അനാലിസിസിലൂടെ സ്ട്രോക്കും മറ്റുള്ള കാര്യങ്ങളും ഇന്നത്തെ കാലത്തെ അതിന്റെ പ്രസക്തിയെക്കുറിച്ച് സാറ് വളരെ സിമ്പിളായും മനോഹരമായും അവതരിപ്പിച്ചു. വലിയൊരു വിഷയം സാറ് വളരെ സിമ്പിളായ ലളിതമായ രീതിയിൽ സാറ് പറഞ്ഞു വന്നു. താങ്ക് യു സാർ. താങ്ക് യു സോ മച്ച്. അത് കാണുന്നത് പിന്നെ ഔസേപ്പ് സാറിന് വല്ലതും പറയാനുണ്ടോ സാർ? ഔസേപ്പ് സാർ കേൾക്കുന്നുണ്ടോ? യെസ് സാറേ, ഒത്തിരി ഗഹനമായൊരു വിഷയമാണ് സാർ ഈ 20-25 മിനിറ്റ് കൊണ്ട് അവതരിപ്പിച്ചതെന്ന് എനിക്ക് മനസ്സിലായി. ഇതിനകത്ത് ടി എയും കൂടി സാറിന്റെ ഇഷ്ട വിഷയമായ ടി എ കയറി വന്നിട്ടുണ്ട്. ആൾക്കാരുടെ പെരുമാറ്റം, അപ്പൊ അതിനെ ഡിസെക്ട് ചെയ്തൊക്കെയാണ് സാർ സംസാരിച്ചത്. പക്ഷെ മതിലുകളെ സാറ് ആ സിനിമ ഇതിന്റെ പശ്ചാത്തലത്തിൽ കൊണ്ടുവന്നപ്പോൾ, ആരംഭത്തിൽ കൊണ്ടുവന്നപ്പോഴത്തേക്ക് എൻ്റെ ഒരു ചിന്ത പോയത് ഇങ്ങനെയാണ്: ഈ ശരിയായ ഒരു ഹൃദയബന്ധം ഉണ്ടാകണമെങ്കിൽ, ഈവൻ പരസ്പരം പരിചയമില്ലാത്ത രണ്ടുപേരും ആണെങ്കിൽ പോലും അവർ തമ്മിലൊരു ഹൃദയബന്ധം ഉണ്ടാകണമെങ്കിൽ ഈ മതിലുകൾ എന്നുള്ള സംഭവം ഉണ്ടെങ്കിൽ പോലും ശരിക്കും മനുഷ്യർ വിചാരിച്ചു കഴിഞ്ഞാൽ ഹൃദയബന്ധം ഉണ്ടാക്കിയെടുക്കാം. അതിന്റെ ഉത്തമ ഉദാഹരണമാണ് ആ സിനിമയിലെ മമ്മൂട്ടിയും അപ്പോഴത്തെ നാരായണി തമ്മിലുള്ള ഒരു സംഭാഷണത്തിന്റെ, അടൂർ ഗോപാലകൃഷ്ണന്റെ ആ ചിത്രത്തിന്റെ ഒരു പറയാതെ പറയുന്ന വശം. അപ്പൊ സാറ് പറഞ്ഞില്ലേ നേരത്തെ, ആൾക്കാർ കാണുമ്പോഴത്തേക്ക് ഔപചാരികതയ്ക്ക് വേണ്ടി എന്തുകൊണ്ട് വിശേഷം, സുഖമായിരിക്കണം എന്ന് പറഞ്ഞ് അതങ്ങോട്ട് ഒഴുകി പോവുക. അപ്പോൾ അതിനകത്തൊരു ബന്ധമില്ല. അത് നമ്മളുടെ ഒരു പറച്ചിലിന്റെ സൗകര്യത്തിന് വേണ്ടി അങ്ങ് പറയുന്നു എന്നുള്ള കവിഞ്ഞ് ഹൃദയബന്ധമൊന്നും അവിടെ രൂപീകരിക്കപ്പെടുന്നില്ല. പക്ഷെ അങ്ങനെ മനുഷ്യർ തമ്മിലൊരു ഹൃദയബന്ധം രൂപീകരിക്കണമെങ്കിൽ മതിലുകളാകുന്ന നമ്മുടെ ഈ ആചാരങ്ങളായാലും വിശ്വാസങ്ങളായാലും മറ്റെന്തെല്ലാം പ്രതിബന്ധങ്ങൾ മതിലിന്റെ രൂപത്തിൽ മനുഷ്യർക്കിടയിൽ വന്നാലും യഥാർത്ഥത്തിൽ മനുഷ്യർ തമ്മിൽ ഒന്നാണെങ്കിൽ, ഹൃദയൈക്യം ഉണ്ടാകണമെങ്കിൽ അതിനൊരു സാധ്യതയുണ്ടെന്ന് ഈ മതിലുകൾ എന്ന സിനിമയിലൂടെ അവതരിപ്പിച്ച് കാണിച്ചിട്ടുണ്ട്. അപ്പൊ അതാണ് സാറ് പറയാൻ ഉദ്ദേശിച്ചതെന്നാണ് എനിക്ക് തോന്നിയത്. എൻ്റെ തോന്നൽ ശരിയാണോ ഇല്ലയോ എന്ന് എനിക്ക് കൃത്യമായിട്ട് എനിക്കറിയത്തില്ല. കാരണം സാറ് പറയുന്ന അല്ലെങ്കിൽ പഠിപ്പിക്കുന്ന ഈ ടി എ എന്ന് പറയുന്ന കുറച്ച് കോംപ്ലിക്കേറ്റഡ് വിഷയമാണെന്ന് എനിക്കറിയാം. അപ്പോൾ എൻ്റെ അറിവ് ശരിയാണോ തെറ്റാണോ എന്ന് വേണമെങ്കിൽ സാറിനൊന്ന് അഭിപ്രായം പറയാം. താങ്ക് യു സോ മച്ച്. അപ്പോൾ സാറ് പറയുന്ന വിഷയം ഈ എന്ത് പറ്റുമെന്നറിയാം, പ്രായം കൂടുകയും അറിവ് കൂടുകയൊക്കെ ചെയ്യുന്ന കഴിയുമ്പോഴത്തേക്ക് അതിങ്ങനെ ക്യാപ്സ്യൂൾസ് ആയിട്ടാണ് വരണം. നമുക്ക് പെട്ടെന്ന് പിടിച്ചെടുത്ത് മനസ്സിലാക്കാനായിട്ടുള്ളൊരു ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ സാറിൻ്റെ ആ അറിവ് വെച്ച് എനിക്ക് മനസ്സിലായത് എങ്ങനെയാണെന്ന് വേണമെങ്കിൽ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കിയാൽ വലിയ ഉപകാരമായിരിക്കും. സാർ ശരിക്കും അത് മനസ്സിലാക്കി തന്നെയാണ് പറഞ്ഞ പ്രകടനം. ഇതാണ് ഞാൻ ഉദ്ദേശിച്ച കാര്യം. ശരിക്കും അത് മനസ്സിലായ ഒരാളെങ്കിലും ഉണ്ടെന്നുള്ളത് എൻ്റെ ഈ പ്രസന്റേഷനെ വളരെ തൃപ്തികരമാക്കുന്നു എന്നുള്ളതാണ് വസ്തുത. ഈ കാര്യങ്ങൾ തന്നെയാണ് രഞ്ജിത്ത് സാറും സൂചിപ്പിക്കാൻ ഉണ്ടായത്. മോഹൻദാസിനും അതിനെ പിന്തുടരാനായിട്ട് സാധിച്ചു. കുറച്ചു പേർക്കെങ്കിലും ആ ഐഡിയ കിട്ടിയെന്നുള്ളത് എനിക്ക് വളരെ സന്തോഷം ഉണ്ടാക്കുന്ന കാര്യമാണ്. താങ്ക് യു സാറേ. താങ്ക് യു. മാത്യു വെച്ചു. സാറേ, ഞാൻ പെർമിഷനോടുകൂടി ഒന്ന് ഇതിനകത്ത് വിടുകയാണേ. വളരെ താങ്ക് യു. കേട്ടോ സാറേ. വിൻസെന്റ് ജോസേ. വിൻസെന്റ് ജോസേ. അത്
ജോസഫ് ജോൺ സാറ് ലെഫ്റ്റ് ആയോ? ഉണ്ട് ജോസഫ് ജോൺ സാറുണ്ട്. ഞാൻ കേൾക്കുന്നില്ലേ? ചെറിയൊരു ഡിസ്റ്റർബൻസ് ഉണ്ട് സാറേ, എന്നാലും കുഴപ്പമില്ല. സാറിന്റെ 2 ഇതുണ്ടല്ലോ സാറേ. അതെ, എനിക്ക് നെറ്റ് ഇഷ്യൂ ഉള്ളതുകൊണ്ടാണ്. ഇപ്പോഴെങ്ങനെയുണ്ട്? കേൾക്കാവോ? കേൾക്കാം. ഓക്കെ ആണല്ലേ? ഓക്കെ. ഞാൻ വോട്ടർ സയൻസ് അല്ലേ പറയണ്ടേ? അതിലേക്ക് കടന്നോട്ടെ? എങ്ങനെയാ ചർച്ച കഴിഞ്ഞോ? ചർച്ച കഴിഞ്ഞോ? ഡിസ്കഷൻ കഴിഞ്ഞെങ്കിൽ നമുക്ക് അതിലേക്ക് കടക്കാം. സാറ് പറഞ്ഞു സാറ്. ഓക്കെ. എല്ലാവർക്കും നമസ്കാരം. ഈ ലോക പുസ്തക ദിനത്തിൽ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ മതിലുകളുമായി നമ്മളെ വിസ്മയിപ്പിക്കുകയാണ് പോൾ പടയാട്ടി സാറ് ചെയ്തത്. കേൾക്കാവോ? ചെയ്തത് ക്ലിയർ അല്ലേ? ഓക്കെ. അതെ, വൈക്കം മുഹമ്മദ് ബഷീർ ജീവിതഗന്ധിയായ കഥകളുടെ രാജാവാണ്. അപ്പോൾ അവിടെ പ്രധാന വിഷയം ബന്ധങ്ങൾ തന്നെയാണ്. ഗഹനമായ ഒരു വിഷയമാണ്. സാർ ഒരു പുതിയ രീതിയിൽ, നവീനമായ രീതിയിലാണ് അവതരിപ്പിച്ചത്. ബന്ധങ്ങൾ പൊള്ളയായതുണ്ട്, ഊഷ്മളമായതുണ്ട്. അതിനൊക്കെ ഉദാഹരണ സഹിതം പറഞ്ഞു. ആ മതിലുകളുടെ സിനിമയിലെ രംഗങ്ങൾ കാണിച്ചു. ഹൃദയം കേൾക്കുന്നില്ലേ? ഹലോ, കേൾക്കാം സാറേ. കേൾക്കുന്നില്ലേ? കേൾക്കാം. പിന്നെന്താണ് അവസാനം സൈജുവിനെ വിളിച്ച് നീ മനസ്സിലായില്ല? പോൾ പടയാട്ടി സാർ കേൾക്കുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ. അപ്പോ ഹൃദയബന്ധങ്ങൾ ശരിയാ ഒരു മാതിലും എനിക്ക് തോന്നുന്നത് ഇതൊരു അവാർഡ് ഫിലിം പോലെയുള്ള അവതരണം കൂടിയായി. അതെ, ഞാൻ നെറ്റ് ഇഷ്യൂ ഉണ്ടെന്ന് പറഞ്ഞല്ലോ. ഓക്കെ. ഒരു അവാർഡ് ഫിലിം കണ്ട പോലെ തന്നെയുണ്ട് സാറിന്റെ അവതരണം. അപ്പോ നമ്മള് കുറച്ച് ശ്രദ്ധിച്ച് ചിന്തിച്ചുമൊക്കെ നമ്മളിത് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. കാര്യം നിസ്സാരമാണെന്ന് തോന്നുമെങ്കിലും അത്ര നിസ്സാരമല്ല എന്നാണ് എനിക്ക് മനസ്സിലായത്. TA ഒക്കെ പറഞ്ഞതുപോലെ വന്നിട്ടുണ്ട്. ഓക്കെ. ഏതായാലും ഈ പേരും ഈ അവതരണവും ഒക്കെ ഒരു വ്യത്യസ്തത പുലർത്തുന്നു. സാറിന്റെ ഈ എഫർട്ടിന് ഞങ്ങൾ അങ്ങേയറ്റം നന്ദിയുള്ളവരാണ്. എൻ്റെ കടമയിലേക്ക് കടന്നോട്ടെ. ഇന്നത്തെ നമ്മുടെ ഉറവിന്റെ അധ്യക്ഷനായി ആയിരുന്ന ജോൺ ബേബി സാർ ഈ ഒരു ദൗത്യം ഏറ്റെടുത്തു, ഭംഗിയായി ചെയ്തു. അതിന് സാറിനുള്ള നന്ദി രേഖപ്പെടുത്തുകയാണ്. നമ്മുടെ ഗസ്റ്റ് ഫാക്കൽറ്റിയെ പരിചയപ്പെടുത്തിക്കൊണ്ട് ഡോക്ടർ PV ജോസഫ് സാറ് സംസാരിച്ചു. സാറിനും പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുകയാണ്. സൈജു സേവ്യർ നമ്മുടെ ജനറൽ സെക്രട്ടറിയാണ് സ്വാഗതം ആശംസിച്ച സൈജു സേവ്യറിനും നന്ദി രേഖപ്പെടുത്തുന്നു. MC ജയശ്രീ ആയിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുക. എല്ലാവർക്കും, അതുപോലെ തന്നെ ഇതിൽ കോൺട്രിബ്യൂട്ട് ചെയ്ത വർക്കി സാറുണ്ട്, അതുപോലെ മോഹൻദാസ് സാറ്, അവരുടെയൊക്കെ കോൺട്രിബ്യൂഷനും വലിയ തന്നെയാണ്. കാരണം ഒരു ഡൈവേർഷൻ, ഈ അറ്റൻഡ് ചെയ്തവർക്കൊക്കെ ചിന്തയിൽ ഒരു ഡൈവേർഷൻ തരാൻ അത് ഉപകരിച്ചു എന്നുള്ളതാണ് പറയാനുള്ളത്. അറ്റൻഡ് ചെയ്ത എല്ലാവർക്കും KCPTUവിൻ്റെ എറണാകുളം ജില്ലയുടെ പേരിലുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹൃദയത്തിൻ്റെ ഭാഷയിൽ കൃതജ്ഞത രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു. നന്ദി.